എടാ തെണ്ടി ചെറ്റേ നാറി, നീ എന്റെ മുന്നിൽ വന്ന് പെടല്ലേ പെടല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണേരുത്. നീ ഒറ്റൊരുത്തൻ കാരണമാടാ എന്റെ ജീവിതം കോഞ്ഞാട്ടായി പോയത്. നീ ഈ ഭൂമിയിൽ ഇനി ജീവിക്കണ്ടടാ. നിന്നെ ഞാൻ എവിടെ വെച്ച് കണ്ടാലും ഞാൻ നശിപ്പിച്ചിരിക്കും. നീ ഇനി ജീവിക്കണ്ടടാ. പിന്നെ എന്റെ ലക്ഷ്യം തെറ്റി. പൈനാപ്പിൾ ഈ ചെല്ലം എനിക്ക് തരല്ലേ തരല്ലെന്ന് ഞാൻ കാല് പിടിച്ചു പറഞ്ഞതാ. 8 നിലക്കാണ് ഞാൻ പൊട്ടിപ്പോയത്. വിടില്ല ഞാൻ. എന്താടാ നിനക്ക് പ്രാന്തായ? എന്താണ് നീ എന്താടാ ജ്യൂസ് കട തല്ലിപ്പൊളിച്ചത്? ജ്യൂസ് കട അല്ല, ഫ്രൂട്ട്സ് കട. എന്തിനാ തല്ലിപ്പൊളിച്ചത്? പൈനാപ്പിൾ ആ ഫ്രൂട്ട്സ് കടയിൽ ഉണ്ടെങ്കിൽ ഞാൻ തല്ലിപ്പൊളിച്ചിരിക്കും. അപ്പൊ നിന്റെ ചിഹ്നമില്ലായിരുന്നല്ലടാ പൈനാപ്പിൾ? ആ ചിഹ്നമാണ് എന്റെ ജീവിതം തകർത്തത്. പൈനാപ്പിൾ എവിടെ കണ്ടാലും ഞാൻ വെട്ടി നുറുക്കി നശിപ്പിച്ചിരിക്കും. എടാ തോറ്റു കഴിഞ്ഞപ്പോ നിനക്ക് പ്രാന്തായടാ. തോൽക്ക് എന്തോരം ആഗ്രഹിച്ച് മോഹിച്ച് ഞാൻ ഇലക്ഷനിൽ നിന്നാന്നറിയാമോ? എടാ തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ്. തോറ്റവർക്ക് പിന്നെയും തോക്കാനൊക്കെ ഉള്ളു. അത് ശരി. അപ്പൊ എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. ഞാൻ ചോദിക്കട്ടെ, നീ ചോദിച്ച് മേടിച്ചതല്ലേ എന്ത് ഇങ്ങനെ നിക്കണമെന്നുള്ള ആഗ്രഹം? അതെ ആണോ? അതിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇലക്ഷന് നിൽക്കണം, ജയിക്കണം, ഈ നാട് നന്നാക്കണം എന്നൊക്കെ. തോപ്പിച്ചില്ല എല്ലാരും കൂടി. അത് പൈനാപ്പിളാണ് അതിനകത്ത് മെയിൻ ഘടകം. പൈനാപ്പിളിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് പൈനാപ്പിൾ വേണ്ട വേണ്ടെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞത്. ആപ്പിള് മതി എന്ന് പറഞ്ഞതാണ്. അപ്പോഴാണ് എനിക്കൊരു പൈനാപ്പിൾ. ആപ്പിളിനേക്കാൾ നല്ലതല്ലടാ പൈനാപ്പിള്. ഓ, നമ്മൾ ഈ വോട്ട് പിടിക്കണതിനൊക്കെ ഒരു രീതിയുണ്ട്. നമ്മുടെ ചിഹ്നം ഇട്ട് നടക്കണം. ചിഹ്നം ഇല്ലാതെ നമ്മൾ നടക്കരുത്. നീ ഒരു പൈനാപ്പിളായിട്ട് നടന്നാ പോരായിരുന്ന? ഞാൻ ഈ 1 ലോഡ് പൈനാപ്പിളായിട്ടാണ് എല്ലാ വീടുകളിലും ഞാൻ വോട്ട് തേടി പോയത്. എല്ലാ വീടുകളിലും പൈനാപ്പിൾ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചിട്ടാണ് പോകുന്നത്. ഒരാൾ എന്നെ പിടിച്ച് തല്ലി. എന്തിനീ? ഞാൻ പൈനാപ്പിൾ കൊടുത്ത വീട്ടിൽ ഒരു പെണ്ണ് ഗർഭിണിയായിരുന്നു. ഈ പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് കുടിച്ച് ആ പെണ്ണിന്റെ ഗർഭാലസിൽ പോയെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് തല്ലി. അത് തന്നെയല്ല, കൂടെ നടക്കണവന്മാർക്കൊക്കെ ഭയങ്കര വിശപ്പാണെന്ന്. എങ്ങനാ ഈ പൈനാപ്പിളല്ലേ ജ്യൂസ് അടിച്ച് കുടിക്കണത്? എല്ലാം ദഹിച്ചു പോണല്ലേ തിന്നണ അപ്പാപ്പ. എന്റെ കാശും പോയി, ഞാൻ തോക്കുകയും ചെയ്ത്. വിടില്ല ഞാൻ. സംഭവിക്കാളൊക്കെ സംഭവിച്ചു പോയി. നിനക്ക് ശരിക്കും പറഞ്ഞ എത്ര വോട്ട് കിട്ടി? ഒരു വോട്ടോ? 1000 വോട്ട്. 1000 വോട്ട് ജയിച്ചവന് എത്ര കിട്ടിയെന്നറിയോ? 1.5 ലക്ഷം വോട്ട് കിട്ടി. സമ്മതിക്കണവനാ. ഞാനതല്ല, വോട്ട് ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോ ഓരോ വീട്ടുകാരും എന്നെ MLA ഇരിക്ക്, MLA ക്ക് ഭക്ഷണം കൊടുക്ക്, MLA ക്ക് ചായ കുടിക്ക്. നീ ജയിക്കണതിന് മുമ്പ് തന്നെ MLA ആയി. അവരെന്നെ MLA ആക്കി. അത് തന്നെയല്ലേടാ തെറ്റ്. എനിക്ക് ഒരുപാട് പ്രതീക്ഷയായിട്ടായിരുന്നു. എടാ ജനത്തിന് ഈ നാടിനെ കുറിച്ച് അവർക്കും ഇല്ലേടാ പ്രതീക്ഷ. എനിക്ക് എന്ത് സമാധാനം കിട്ടിയോ? മനസ്സിന് എന്ത് സുഖം കിട്ടിയത് എനിക്ക്? താൻ ഒറ്റൊരുത്തനാണോടോ ഇതിനെ വഴി വെച്ചത്? ഞാൻ എന്ത് ചെയ്തെന്നാ? താൻ എന്താ ചെയ്തത്? നിർബന്ധിച്ച് പ്രലോഭിപ്പിച്ച് നിന്നിട്ട് വീട്ടിൽ നിൽക്കാൻ പറ്റണ്ട, നാട്ടിൽ നിൽക്കാൻ പറ്റണ്ട. എനിക്ക് ഞാൻ പെരേടത്തിന് പുറത്തിറങ്ങാനല്ലേ, അറിയാമോ? എടാ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ കയറി നിന്നെന്തിനാടാ? 4-ാം തീയതി അങ്ങ് വരും, മലമറിച്ച് അങ്ങോട്ട് ഉണ്ടാക്കി തരും. നീ അങ്ങ് തുറന്നു വരുമ്പോ അങ്ങോട്ട് എഴുന്നള്ളി വരും. നരസിംഹമായിട്ട് നീ തുറന്നു വരും, തുറന്ന് തിന്നും. എങ്ങനെ തോന്നിയടോ തനിക്ക്? നിന്നെ പോലെ അവനും തോറ്റില്ലടാ, നീയും തോറ്റു. നിങ്ങൾ ഒറ്റൊരുത്തനാണോ ഞങ്ങളെ നിർബന്ധിച്ച് നിർത്തിയത്? ഞാൻ മര്യാദക്ക് ബിസിനസ് ചെയ്ത് ജീവിച്ച ഒരാളാണ്. അറിയപ്പെടട്ടെ, നാട്ടിൽ അറിയപ്പെടട്ടെ, നാട്ടിൽ 4 പേരെ അറിയട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ നിൽക്കാൻ പറഞ്ഞാണ്. എടാ നിന്നോട് എനിക്ക് വിരോധമൊന്നും ഇല്ലടാ, നമ്മളത് സുഹൃത്തുക്കളാ. നീ എന്റെ ഫ്ലക്സിന്റെ മുകളിൽ കൊണ്ടുവന്ന് എന്റെ ഫ്ലക്സ് ഒട്ടിച്ചില്ലേ? നിന്റെ ഫ്ലക്സ് അല്ല, അത് പോട്ടെ. അത് ഞാനും നിന്നോട് വല്ലതും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. നമ്മളൊക്കെ ഒരുമിക്കും. നമ്മൾ എപ്പോഴും നേതാക്കന്മാരായിട്ട് മത്സരിക്കുന്നു, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ബാനർ ഉണ്ടാക്കുന്നു, നമ്മൾ മത്സരിക്കുന്നു, തോക്കുന്നു, ജയിക്കുന്നു. നീ ഇപ്പം ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് അഭിമാനമാണ്. കാരണം ഞാൻ നിന്റെ പാർട്ടിയിൽ ഞാൻ ലയിക്കും. അതെ, നീ ജയിച്ചായിരുന്നെങ്കിൽ എനിക്കും അഭിമാനം വരുന്നു. നീ എന്റെ പാർട്ടിയിൽ ലയിക്കും, നമ്മൾ ഒരുമിക്കും. പിന്നെ അണികള് അത് പോകാൻ പറ, അവരുടെ വിഷയമല്ല നമ്മുടെ വിഷയം. പക്ഷെ ഇങ്ങനെയുണ്ടല്ല, നമ്മൾ രണ്ടുപേരും തോറ്റുപോയി. അതാണ് സങ്കടം. നിങ്ങൾ രണ്ടുപേരും തോറ്റു കഴിഞ്ഞാൽ നിലനിൽപ്പുണ്ടോ? ഏതെങ്കിലും ഒരു പാർട്ടിക്കാരുടെ മുമ്പ് ചേരാൻ പറ്റുമോ? നമ്മളെ ലയിക്കാൻ പറ്റുമോ? ലയിക്കാനുള്ളത് ഒന്നും ഇല്ല. ഞങ്ങളുടെ ആകെ 958 വോട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞത് ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഓടുന്നവൻ ജയിക്കും. ഞാൻ പറഞ്ഞില്ല ഒറ്റക്ക് ഓടണമെന്ന് ഞാൻ അന്നും പറഞ്ഞാണ്. ഒറ്റക്ക് ഓടിയിട്ടുള്ളവരാരും ഇന്നുവരെ തോറ്റിട്ടില്ല, ജയിച്ചിട്ടേ ഉള്ളൂ. ഇവൻ ഒറ്റക്കല്ല ഓടിയത്, ഇവന്റെ കൂടെ ഓടാനും കുറെ പേരുണ്ടായിരുന്നു. അതല്ലേ അണികള് വേണ്ട ഓടാൻ. അല്ല, എന്തുദ്ദേശത്തില് ഞങ്ങളെ നിർത്തിയത്? ഞാൻ പറഞ്ഞു നിങ്ങൾ നന്നാവട്ടെ, നിങ്ങൾ നാട്ടിൽ അറിയപ്പെടട്ടെ, നിങ്ങളുടെ നാട്ടിലെ ചീത്തപ്പേരുകൾ മാറട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങളോട് ഞാൻ നിൽക്കാൻ പറഞ്ഞത്. ഇത്രയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ ഒറ്റ കഴിഞ്ഞപ്പോൾ മറ്റവൻ ജയിച്ചു, അത്രേ ഉള്ളൂ. മറ്റവൻ അവൻ എന്താ ഉള്ളത്? അവന് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഏതെങ്കിലും നാട്ടിൽ കിടന്നിട്ട് രണ്ടുമൊക്കെ സംസാരിക്കാൻ അറിയാമോ? പൊതുജനങ്ങളെ അഭിസംബോധനയുള്ള കഴിവുണ്ട് അവന്.
ജനങ്ങളുടെ മുഖത്ത് നോക്കാനുള്ള പവർ ഉണ്ടോ അവന്? അവൻ എങ്ങനെ ജയിച്ചെന്ന് പറയണം? അവൻ എന്താ യോഗ്യത ഉള്ളത്? ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, എന്ത്? അവന് എന്ത് യോഗ്യതയുണ്ടെന്ന് നീ എന്നോട് ചോദിച്ചു. എടാ, അവന് യോഗ്യതയില്ല, അവന് യോഗമുണ്ട്, ഭാഗ്യമുണ്ട്, അതുകൊണ്ട് അവൻ ജയിച്ചത്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ, നീ മത്സരിക്കാൻ വേണ്ടി നിന്നല്ല, എത്ര നിയോജക മണ്ഡലം ഉണ്ടെന്ന് നിനക്ക് അറിയാമോ? ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ഞങ്ങൾ എന്തിനാ അറിയണത്? അല്ലടാ. അതെ, എന്തായാലും പോട്ടെ, പോകാൻ വരട്ടെ. ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി. അതല്ല ഞാൻ പറയണത്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ജയിക്കാനുള്ളവൻ ജയിച്ചു. നിങ്ങൾ നോക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവനാണ്. ഇനിയും നിങ്ങൾക്ക് അവസരം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ഏറി നിൽക്കുക, മത്സരിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ പറയട്ടെ മാഷേ, നിങ്ങൾ ഒരു ബഹുമാനിക്കുന്ന ഒരാളാണ്, ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാൾ, ഞങ്ങളൊക്കെ ബഹുമാനിച്ചിരുന്ന ഒരാളാണ്. നിങ്ങളൊരു മാഷാണ്, തത്വചിന്തകൻ, എഴുത്തുകാരൻ, സാഹിത്യകാരൻ. അപ്പൊ നിങ്ങൾ പറയണ വാക്ക് കേട്ട് ഞങ്ങൾ നിന്നില്ലേ? എന്റെ കെട്ടിവെച്ച കാശ് വരെ പോയി. നിനക്ക് കെട്ടിവെച്ച കാശല്ലേ പോയുള്ളൂ? എന്റെ പെങ്ങളെ കെട്ടിക്കാൻ പറ്റുന്ന കാശാ പോയത്, അറിയാമോ? ഇങ്ങനെ കാരണമാണ് പോയത്. ജയിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും കെട്ടിക്കായിരുന്നു. ജയിച്ചിരുന്നെങ്കിലല്ലേ? ജയിച്ചില്ലല്ലോ. ജയിച്ചില്ലെങ്കിൽ വീട്ടിലിരിക്കാൻ പറ്റില്ല, നാട്ടിൽ നടക്കാൻ പാടില്ല, അറിയാമോ? സ്വസ്ഥമായിട്ട് ബാറ് നടത്തിയിരുന്നത് ഞാനാണ്. സ്വന്തമായിട്ട് സാധനം ഉണ്ടാക്കി ജനങ്ങളെ കുടിപ്പിച്ച് ഞാൻ സർക്കാരിനെ വെട്ടിച്ച് ടാക്സും വെട്ടിച്ച് ജീവിച്ചിരുന്ന ഞാനാണ്. ഇപ്പൊ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റണ്ട. അപ്പൊ പിന്നെ ഞാനാ? എടോ, ഈ നാട്ടിൽ ഒരു ഗതിയും പരഗതിയില്ലാത്ത ആൾക്കാർക്ക് വട്ടിപ്പലിശയ്ക്ക് ഞാൻ പൈസ കൊടുക്കും. ആ പൈസ പിരിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഇല്ലെന്ന് പറയുമ്പോൾ ഉണ്ടല്ല, എൻ്റെ ഗുണ്ടകളെ ഞാൻ വിടും. എന്നിട്ട് ആ വീട് അടിച്ച് ചേർക്കുക, അവിടുത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോരുക, എന്നിട്ട് അവിടേക്ക് പിടിച്ചു വലിച്ച് അവിടെ പ്രമാണം മേടിക്കുക. അങ്ങനെയൊക്കെ മേടിച്ച് കിട്ടുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അത് അനുഭവിച്ച് ജീവിച്ചവനെ. ഇപ്പം നീ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ എല്ലാ ചീത്തപ്പേരും മാറിക്കിട്ടും, സമൂഹത്തിൽ നിനക്ക് നല്ല വിലയുണ്ടാകുമെന്ന് പറഞ്ഞ് എൻ്റെ ചെവി വന്ന് ഓതിട്ട് നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ ഈ സ്ഥാനാർത്ഥിയായിട്ട് നിന്നത്. അതിരിക്കട്ടെ, സ്വസ്ഥമായിട്ട് ജീവിച്ച ഞങ്ങൾ എന്തിനാ അതിനകത്തൊക്കെ വലിച്ചഴിച്ചത്? നിന്റെ ബിസിനസ് എന്തായിരുന്നു? കള്ള് കച്ചവടമായിരുന്നു, കള്ളപ്പാറ്റായിരുന്നു, ഇവൻ കൊള്ള പലിശയായിരുന്നു. ഇത്ര പാപകർമ്മങ്ങൾ ചെയ്തവരാണ് നിങ്ങൾ രണ്ടാളും. അതിൽ നിന്ന് മാറി നിങ്ങൾ സഞ്ചരിക്കാത്ത ഒരു വഴിയിലൂടെ വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാകാൻ ഞാൻ പറഞ്ഞത്. അതേത് വഴിയാണ്? ഈടാ, അപ്പം നിങ്ങൾ ഏതെല്ലാം വീടുകൾ നിങ്ങൾ കയറി ഇറങ്ങി, ആളുകളൊക്കെ നമസ്കരിച്ച്, ആളുകളുടെ മുമ്പിൽ കുമ്പിട്ട്, ആളുകളുടെ മുമ്പിൽ കൈകൂപ്പി, എന്തെല്ലാം വിനയങ്ങൾ കാണിച്ച്, എത്ര വൃദ്ധസദനങ്ങൾ, ആലയങ്ങൾ, അനാഥാലയങ്ങൾ, ഭിന്നശേഷിക്കാരായ കുട്ടികളെ മാറോടണക്കുന്നു. അത് വോട്ട് ചോദിക്കാൻ വേണ്ടിയല്ലേ? എടാ, വോട്ടിനാണെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു പുണ്യപ്രവൃത്തിയല്ലേ, അതോടുകൂടി നിങ്ങൾ ചെയ്ത പാപങ്ങൾ മുഴുവൻ പോയി. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ മത്സരിക്കാൻ പറഞ്ഞത്, അല്ലാതെ ജയിക്കാൻ വേണ്ടിയിട്ടല്ല. എന്താണ് ആനക്കോമ്പകളൊന്നും കേൾക്കാത്തതുകൊണ്ടാണ് ഞാൻ വന്നത് അടുക്കളയിൽ നിന്ന്. എന്താണ്? ഒന്നുമില്ല. ഞാൻ 2 ദിവസമായി ശ്രദ്ധിക്കണ്, നിങ്ങൾക്കൊരു ഉഷാറുമില്ല. എന്ത് പറ്റി? ചൂടല്ലടി, നിൽക്കാൻ പറ്റാനുള്ള പണിസ്ഥലത്ത്. ഇപ്പോഴത്തെ ചൂട് എന്തെന്നാണ്? ഞാനെന്താ അടുക്കള നിൽക്കാൻ പറ്റാനുള്ള ഇത് വിയർത്തൊഴുകിയ. പണിസ്ഥലത്ത് എത്ര പേരാണെന്ന് അറിയാമോ കുഴഞ്ഞു വീഴുന്നത്? നിങ്ങൾ ഇത് ആലോചിച്ചിട്ടാണ് ഈ റിലാക്സിന്റെ പെന്നിന് വിട്ടിട്ട് ഒരു റിലാക്സ് ഇല്ലാതിരിക്കണത്. എന്താണ് ചെയ്യേണ്ടതെന്നൊരു മാർഗവും കിട്ടാൻ. എന്തൊരു ചൂടാണെന്ന് പറഞ്ഞോണ്ടാ നിങ്ങൾ ഈ ചൂട് സഹിച്ചൊന്നും പണി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ മേശേരിനെ വിളിച്ചിട്ട് ഒരു AC വെച്ച് തരാൻ പറ. പിന്നെ വാർക്കപ്പണിക്കാണ് AC വെക്കാൻ പറയണത്. AC ഇല്ലെങ്കിൽ പണി ചെയ്യൂല എന്ന് പറയണം. ഇവിടെ ഈ വീട്ടിൽ കിടക്കാൻ AC ഇല്ലെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഇവിടെ ഒരു AC ഞാൻ വെച്ച് തന്നു. നീ മക്കളും സുഖമായിട്ട് കിടക്കണല്ലോ. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാ AC റൂമിൽ കിടക്കരുതെന്ന്? നിങ്ങളല്ലേ മാറി കിടക്കണത്? AC റൂം ഉണ്ടല്ലോ, നിങ്ങൾക്ക് വന്ന് കിടക്കാൻ പാടില്ല ഇവിടെ. പിന്നെ നീയും 2 മക്കളും കൂടി കിടക്കുമ്പോൾ എന്നെ തള്ളി താഴെ ഇടണല്ലേ? ഞാൻ കട്ടിന്റെ താഴെയല്ലേ ലൗസിന്റെ രാവിലെ കിടക്കണത്. ഇതാണിപ്പോ ഇത്ര പാടായിപ്പോയത്. നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളിങ്ങനെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് കുഴഞ്ഞു വീണ് ആകാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ടേ നാളെ മുതൽ ഞാൻ പണിക്ക് പോയിട്ട് കുടുംബം നോക്കാം. നിങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കും. അതെന്താ? നീ എന്നെ പണിക്ക് വിട്ടിട്ട് ആ ചെലവിൽ ഞാൻ കഴിയാന്ന് പറഞ്ഞത് നാട്ടുകാർക്ക് ഇടയിൽ എനിക്കൊരു മോശമാണ്. നാട്ടുകാരല്ലല്ലോ നമുക്ക് ചെലവിന് തന്നത്. നാട്ടുകാർ നോക്കണ്ട. നിങ്ങളെ താഞ്ചത്ത് മീൻ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കും. നിങ്ങളുടെ ആയുസ് പോയാൽ എനിക്കാണ് സങ്കടം വന്നത്, നാട്ടുകാർക്കല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിക്കേ. ഞാൻ വേല എടുത്തിട്ട് നിങ്ങളെ പൊന്നുപോലെ നോക്കും. നിങ്ങൾ ആ മേശേരനെ വിളിച്ചിട്ടെ നാളെ മുതൽ പണിക്ക് വന്നില്ലെന്ന് പറ അങ്ങോട്ട്. വേണം പറ. വേണ്ട, ഒരാൾ പണിയെടുത്താൽ മതി, അത് ഞാൻ ചെയ്തോളാം. നിങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കും. അയാളെ വിളിക്ക്. പറ അങ്ങോട്ട്. ഈ ചൂടത്ത് പണിക്ക് വരാൻ പറ്റൂല എന്ന് പറ. സാറേ, ഞാൻ നാളെ മുതൽ പണിക്ക് വരുന്നില്ല കേട്ടാ. ശരി. കണ്ട ഇപ്പൊ എന്തു സുഖമുണ്ട്, മനസമാധാനം കിട്ടിയില്ലേ? ഇനിയിപ്പോൾ എന്നാ പണി? നാളെ മുതൽ ഞാൻ പണിക്ക് പോകും. പിന്നെ ഇവിടെ ഇച്ചിരി പണിയല്ലേ ഉള്ളൂ ഞാൻ ചെയ്യണ പണി. അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. 4 പശുവിനെ കുളിപ്പിക്കണം, അതിനെ രാവിലെ വൈകുന്നേരം കറന്ന് അതിൻ്റെ പാല് കൊണ്ട് സൊസൈറ്റി കൊടുക്കണം, പിള്ളേരെ കുളിപ്പിച്ച് സ്കൂളിൽ വിടണം, അതുങ്ങൾക്ക് ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കി പാത്രത്തിലാക്കണം, പിന്നെ മേലാത്ത അച്ഛനും അമ്മേനെയും കുളിപ്പിക്കണം, അതുങ്ങളുടെ മൂത്രത്തുണി കഴുകണം, പിന്നെ അവരെ എഴുന്നേപ്പിച്ചിരുത്തി ഇത്തിരി ഭക്ഷണം കൊടുക്കണം, അടുക്കളയിൽ ഇത്തിരി എന്തെങ്കിലും വേവിച്ച് വെറുക്കണം, ഉച്ചയ്ക്ക് രാവിലെ വൈകുന്നേരവും. പിന്നെ അവരുടെ തുണി നമ്മുടെ തുണി എല്ലാവരുടെയും കഴുകണം, മുറ്റടിക്കണം, പാത്രം കഴുകണം, പെരടക അടിച്ചു വാരണം, പിന്നെ വൈകിട്ടത്തേക്ക് സന്ധ്യയ്ക്ക് വിളക്കിനൊരുക്കണം. ഈ നിസ്സാര പണിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവിടുത്തെ പണി കഴിഞ്ഞ്
സാറേ ഞാൻ നാളെ മുതൽ പണിക്ക് വന്നേക്കാട്ടാ. ഇതെന്താ പെട്ടെന്നൊരു മനം മാറ്റം? എടി ഇല്ല, ഈ വീട്ടിൽ ഇത്രയും പണിയെടുത്ത് ഞാൻ കുഴഞ്ഞു വീണി ചത്തുപോകൂടി.